students, welcome to the world of mathematics. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്തമാറ്റിക്സിന്റെ ടോപ്പിക്കുകളെ കുറിച്ചും എന്താണ് +1 +2 ക്ലാസ്സുകളിലെ മാത്സ് ടോപ്പിക്കുകൾ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ആൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും മീൻസ് എന്താണ്, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് വളരെയധികം പേടിക്കുന്ന അല്ലെങ്കിൽ എന്താണ് മാർക്ക് കിട്ടാത്ത ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ടഫായിട്ടുള്ള സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ 10ാം ക്ലാസ് വരെയും മാത്തമാറ്റിക്സ് ടഫായിട്ടുള്ള പല കുട്ടികളും +1 +2 ക്ലാസ്സുകളിൽ എത്തുമ്പോൾ മാത്സ് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കണ്ടുവരുന്നുണ്ട്. അതിന് ചില റീസൺസുകളുണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നാളും പഠിച്ചു വന്നിരുന്ന ഒരു മാത്തമാറ്റിക്സ് പാറ്റേണിൽ നിന്ന് മാറി മറ്റൊരു ലെവലിലുള്ള മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പെർഫോമൻസിലും അതേപോലെ തന്നെയാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനുള്ള അപ്രോച്ചിലും നിങ്ങൾക്ക് ഒരു മാറ്റം കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഡിഫറൻസ്? അത് നമുക്ക് ആദ്യം നിങ്ങൾ ഇത്രയും വർഷം പഠിച്ചുകൊണ്ട് വന്നിരുന്നത് 8, 9, 10 സ്റ്റാൻഡേർഡ്, നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ ഉണ്ട്. നമ്മൾ 8ാം സ്റ്റാൻഡേർഡ് താഴെയുള്ള ക്ലാസ്സുകൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല. 8, 9, 10 സ്റ്റാൻഡേർഡ് ക്ലാസ്സുകളിലെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാം കണക്റ്റഡ് ചാപ്റ്റേഴ്സ് ആണ്. അതായത് 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് 9ാം ക്ലാസ്സിലെ മാത്സിലെ ചാപ്റ്റേഴ്സുകൾ കൂടുതലും പറഞ്ഞിരിക്കുന്നത്. ഇനി 8ലെയും 9ലെയും കൺസെപ്റ്റുകൾ പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്തുകൊണ്ടുള്ള മാത്തമാറ്റിക്സ് ആണ് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും 8ലോ 9ലോ ക്ലാസ്സുകളില് മാത്തമാറ്റിക്സ് നല്ല രീതിയിൽ മനസ്സിലാകാത്ത ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു പോർഷനായിട്ട് മാറും. അപ്പോൾ അത് റെയർ കേസസിൽ 10ാം ക്ലാസ്സിൽ മാറി വരുന്നുണ്ട്. അത് പക്ഷെ അത് വളരെ മൈന്യൂട്ട് പെർസെന്റേജ് ആണ്. ഏറ്റവും നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഇത്രയും നാൾ നമ്മൾ പഠിപ്പിച്ചു വന്നതിന്റെ ഒരു സ്ട്രീം അനുസരിച്ച് നമുക്കറിയാം, കുട്ടികൾക്കെന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും 8, 9 ചാപ്റ്റേഴ്സുകളുടെ ബേസിക് ഇല്ലാതാവുകയും 10ാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾക്കും എല്ലാവർക്കും അനുഭവമുള്ള സംഗതിയാണ്. 8ലും 9ലും നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നല്ലതുപോലെ എന്താണ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബേസിക് എന്ന് പഠിച്ച് വന്നിട്ടുള്ള കുട്ടികൾക്ക് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ. ഓക്കെ, അപ്പം അതൊരു കണ്ടിന്യൂഷൻ പ്രോസസ്സാണ് നമ്മൾ 8, 9, 10 എന്നത്. എന്നാൽ നമ്മൾ ഹയർ സെക്കൻഡറിയിലോട്ട് വരുമ്പോൾ, അതായത് +1 +2 ക്ലാസ്സുകളിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു ബ്രേക്ക് വരാൻ പോവുകയാണ്. ഈ 8, 9, 10ല് നമ്മൾ ആ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ട് വന്നിരുന്ന പല പോർഷൻസുകളും നമുക്ക് അതിന്റെ കുറച്ച് കൺസെപ്റ്റുകൾ മാത്രം മതിയാകും +1 +2 ക്ലാസ്സുകളിലെ മാത്തമാറ്റിക്സ് പഠിക്കും. അതാണ് ഒന്നാമത്തെ റീസൺ. +1 +2 ക്ലാസ്സുകളിലെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഇനി വേറൊരു തലത്തിലുള്ള ഒരു മാത്തമാറ്റിക്സ് ആണ്. നമ്മള് നേരത്തെ പഠിച്ചാലൊക്കെ കൂട്ടാനും കുറയ്ക്കാനും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേരിയബിള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെറിയ ആപ്ലിക്കേഷൻസുകൾ മാത്രമേ വരുന്നുള്ളൂ. അതിന്റെ മൈന്യൂട്ടായിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ള +1 ക്ലാസ്സുകളിലും +2 ക്ലാസ്സുകളിലും നമുക്ക് വരുന്നുള്ളൂ. എല്ലാം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പുതിയ കൺസെപ്റ്റ് ആണ്. അതായത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ ഈ വർഷം, അതായത് +1 ക്ലാസ്സുകളിലും +2 ക്ലാസ്സുകളിലും നമ്മൾ പഠിക്കുന്നത്. എഞ്ചിനീയറിംഗ് ലെവലുള്ളതും അല്ലെങ്കിൽ ഡിഗ്രി ലെവലുള്ളതും അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു സെക്ടറിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ MC എടുക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് വരാറുണ്ട്. അതിന് മാത്തമാറ്റിക്സ് വേണം. CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ മാത്സ് വേണം.
മോർ ഓവർ നിങ്ങൾക്ക് ഒരു എക്സാമിന്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന്, നിങ്ങൾ ഏതെങ്കിലും ഒരു NDO അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർക്കും എന്ത് വേണ്ടി വരും? ഈ പറഞ്ഞ +1 +2 ലെവലിലുള്ള മാത്തമെറ്റിക്സ് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത് +1 +2 ക്ലാസ്സുകളിലെ മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത് മറ്റൊരു സ്റ്റേജിലുള്ള മാത്തമെറ്റിക്സിന്റെ ഒരു ബേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ ഈ ബേസ് എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ടാക്കിൾ ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങൾക്ക് ഏത് സെക്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് പഠിക്കാനുള്ള ഒരു കഴിവ് കിട്ടും. അല്ലെങ്കിൽ ഏത് സെക്ടറിലോട്ട് വേണമെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഗത്തോട്ടാണ് നിങ്ങൾക്ക് പഠിച്ചു പോകേണ്ടത്, അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീം ഏതാണോ ആ സ്ട്രീം നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചു പോകാനും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ +1 +2 മാത്തമെറ്റിക്സ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് നമുക്കിപ്പോ ഇവിടുത്തെ +1 +2 മാത്തമെറ്റിക്സ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കണക്കല്ല. മിക്ക ചാപ്റ്റേഴ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? ഫ്രഷ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ പുതിയ കൺസെപ്റ്റുകളാണ്. ആ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. എന്താണ് കൺസെപ്റ്റ്? അല്ല നമ്മള് എന്തെങ്കിലും പഠിക്കല ചെയ്യുന്നത്. എന്താണ് കൺസെപ്റ്റ്? ആ മാത്തമെറ്റിക്കൽ കൺസെപ്റ്റ് എന്താണ്? അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന തിയറംസ് എന്താണ്? അതിനകത്ത് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് നോളജ് എന്താണ്, അല്ലെങ്കിൽ പ്രീവിയസ് റിസൾട്ടുകൾ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, ഇതിന്റെ പ്രോബ്ലംസ് എന്താണ്? ഈ കാര്യങ്ങള് വച്ചുകൊണ്ട് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് മാത്തമെറ്റിക്സ് +1 മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ബി എ ടഫ് സബ്ജക്ട്. ഒരിക്കലും എന്ത് ചെയ്തില്ല, ഒരു ടഫ് സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറും. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പല ചാപ്റ്റേഴ്സുകളും ഇനി കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഈ വർഷം ഇല്ല. പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസുകാർക്ക്, സ്റ്റേറ്റ് നമ്മുടെ കേരള സ്റ്റേറ്റ് മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള, ഇംഗ്ലീഷോ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ SCERT സിലബസിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഡിഫറൻസ് ആണ് ഇവിടെ വരുമ്പോൾ +1 +2 ക്ലാസ്സുകളിൽ വരുമ്പോൾ. കാരണം നിങ്ങൾ പഠിച്ചിരിക്കുന്ന പല കാര്യങ്ങളും, പല ചാപ്റ്റേഴ്സുകളുടെയും കണ്ടിന്യൂഷൻ അല്ല നമുക്ക് പുതിയ ചാപ്റ്റേഴ്സുകൾ എന്ന് പറയുന്നത്. പക്ഷേ CBSE പാറ്റേണിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു 50% കണ്ടിന്യൂഷൻ ഇതിനകത്ത് വരുന്നുണ്ട്, നമ്മുടെ +1 സ്റ്റാൻഡേർഡിലെ ക്ലാസ്സിലുള്ള, അല്ലെങ്കിൽ +1 സ്റ്റാൻഡേർഡിലെ മാത്തമെറ്റിക്സിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതൊരു പേടിയായിട്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതൊരു പേടിയായിട്ട് വേണ്ട. കാരണം അവരും 50% മാത്രമേ പഠിക്കുന്നുള്ളൂ. ഈ 50% അവരെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടില്ലായിരിക്കും പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കൺസെപ്റ്റ് ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഈ വർഷവും അല്ലെങ്കിൽ ഈ തുടർന്നുള്ള +1 +2 അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ക്ലാസ്സുകളെല്ലാം ആ ഒരു കൺസെപ്റ്റിന് ബേസ് ചെയ്ത് പഠിക്കാനൊക്കെ തോന്നും. അപ്പൊ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാത്സ് ഒരു വിഷയമായിട്ട് എടുത്തില്ല. നിങ്ങൾ എവിടെ നിന്ന് വന്നാലും, ഏത് CBSE പാറ്റേണിൽ നിന്ന് പഠിച്ചു വന്നാലും സ്റ്റേറ്റ് പാറ്റേണിൽ നിന്ന് പഠിച്ചു വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് മാത്സ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ ആണ്. ഓക്കെ, ഞാനിപ്പം പറഞ്ഞത് നിങ്ങളിപ്പോ CBSE-കാരായാലും സ്റ്റേറ്റുകാരായാലും ഞാനൊരു എക്സാമ്പിൾ പറയണതിന്, നിങ്ങൾ ഈ വർഷം ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സെറ്റ്സ് എന്ന് പറയുന്നത്? സെറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇതുവരേക്കും നിങ്ങൾ CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് മീഡിയം ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, ഈ കാണുന്ന സെറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ബേസിക് ആയിട്ട് അറിയാവുന്ന കുട്ടിക്ക് മാത്രമേ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഹാൻഡിൽ ചെയ്യാൻ ഒക്കൂ. അപ്പൊ ഇവർ രണ്ടുപേരും കണക്റ്റഡ് ആണ്.
ഓക്കെ, അപ്പോൾ ഇവരെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്. സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ആ പഠിക്കുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നല്ലതുപോലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് മൂന്നാമത് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. നിങ്ങൾ ഈ ട്രിഗണോമെട്രി നിങ്ങൾ കേട്ടിട്ടുണ്ടോ 10ാം ക്ലാസ്സിൽ അല്ലെ? ട്രിഗണോമെട്രി, ത്രികോണമിതി എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയാം. ത്രികോണമിതി എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് ട്രയാങ്കിൾ എന്ന് വേണമെങ്കിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. അതായത് ഒരു ത്രികോണത്തിന്റെ അളവുകൾ എന്ന് വേണമെങ്കിൽ നമുക്കൊരു മട്ട ത്രികോണത്തിന്റെ അളവുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് ട്രിഗണോമെട്രി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അറിയാവുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയാണ് ഈ 3 ചാപ്റ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അതിനകത്ത് ഏറ്റവും ബേസിക് ഉള്ള ചാപ്റ്ററാണ് സെറ്റ്. സെറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് വന്നിരിക്കുന്നത്. കണ്ടോ? അപ്പൊ അതിനകത്ത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രം, അല്ലെങ്കിൽ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകൾ മാത്രം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ചില റിലേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ റിലേഷൻസ് തന്നെ നമുക്കിവിടെ വേണം. ഓക്കെ, എങ്കിൽ കൂടിയും നമ്മൾ പുതുതായിട്ട് അതിനൊരു പുതിയൊരു കൺസെപ്റ്റാക്കി പഠിക്കുകയാണ്. ഫങ്ഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റാക്കി പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കുക. ഓക്കെ, ഇനി 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഈ ചാപ്റ്ററും പുതിയൊരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ പുതിയൊരു ഐഡിയയാണ്. നിങ്ങൾ ഈ വർഷമാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇത് പഠിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇത് അപ്ലൈ ചെയ്യുന്ന പല റിസൾട്ടുകളും നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ പുതുതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്കൊരു പുതിയൊരു കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി 5ാമത്തെ ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ ആൾറെഡി 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. CBSE-കാരാണെങ്കിൽ ഇതേ വേർഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റുകാരാണെങ്കിൽ അതിന് ഒരു ചാപ്റ്റർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. 2nd ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. 2ാം കൃതി സമവാക്യങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ആ ചാപ്റ്റർ എന്ന് പറയുന്നതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നിങ്ങൾ അതിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് b² - 4ac അല്ലെങ്കിൽ വിവേചകം അല്ലെങ്കിൽ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. അതിന് എന്തുണ്ടാവത്തില്ല? സൊല്യൂഷൻ ഉണ്ടാവത്തില്ല എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. നമുക്ക് എപ്പോഴെങ്കിലും b² - 4ac വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ എഴുതും ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. ആ ഒരു സ്റ്റേജിൽ നിന്നാണ് വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ നമ്പർ സിസ്റ്റം, കോംപ്ലക്സ് നമ്പേഴ്സ്. ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, then 6th chapter linear inequality. ലീനിയർ ഇനിക്വാളിറ്റി ഇതും പുതിയ കൺസെപ്റ്റ് തന്നെയാണ്. ലീനിയർ ഇനിക്വാളിറ്റി എന്ന് പറയുന്ന ഇനിക്വാളിറ്റി നമ്മൾ ഇക്വാളിറ്റി അല്ലെങ്കിൽ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ ഇക്വേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഇക്വേഷൻസിനകത്ത് അൺഈക്വൽ ആയിട്ട് വരുന്ന കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നതാണ് പുതിയ കൺസെപ്റ്റ് ഇനിക്വാളിറ്റി. നമ്മൾ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ രീതിയിൽ നമ്മൾ എക്സ്പ്രഷൻസ്, ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് എഴുതുക. അത് ലൈനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണെങ്കിൽ നമ്മൾ ലീനിയർ ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ, അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം.
അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഇത്രമാത്രം ഓർത്ത് വെച്ചേക്കുക. ഈക്വൽ സൈൻ അല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന എക്സ്പ്രഷൻസ്, മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ്. ഈ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ആ ഇനിക്വാളിറ്റിയിലെ ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇനിക്വാളിറ്റി, ലീനിയർ ഇനിക്വാളിറ്റി, അതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ 6th ചാപ്റ്റർ ആയ ലീനിയർ ഇനിക്വാളിറ്റി.